ഗൈസ്, അതുകൊണ്ട് സുന്ദരിയ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നാളെ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾക്കൊന്നും അത്ര വലിയ ടെൻഷൻ അല്ലേ ഇരിക്കും, പക്ഷെ എനിക്ക് സഹിക്കാൻ കഴിയാത്തൊരു സാധനമാണ്. എന്താ എന്ന് വെച്ചാൽ നാളെ ക്രിസ്മസ് പരീക്ഷയാണ്. അപ്പം ഞാൻ 2 ദിവസം പോയിട്ടില്ല. ജസ്റ്റ് ബിക്കോസ് എനിക്ക് അത്ര ലൈക്ക് വെയ്യനും നല്ലോണം വെയ്യനും വരുകയും തണുത്ത് കുറച്ചുകൂടെ എനിക്ക് അത്ര ചുമക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദിവസം പോകാൻ കഴിയില്ല എനിക്ക്. പക്ഷെ വെനസ്ഡേ എന്തുണ്ടെങ്കിലും പോയേ പറ്റൂ. ബിക്കോസ് ഇറ്റ്സ് ക്രിസ്മസ് പരീക്ഷ ഡൂഡ്. എനിക്ക് 2 പരീക്ഷകൾ റബ്ബേ തോറ്റാ പിന്നെ തോറ്റതാ. ഒന്ന് കൊല്ലപ്പരീക്ഷ. കൊല്ലപ്പരീക്ഷയിൽ ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കാനുള്ള മെയിൻ കാരണമാണ് യുനോ ജയിച്ചിട്ടുണ്ടെങ്കിൽ 2 മാസത്തെ പൂട്ട് എനിക്ക് ഉണ്ടാവില്ല. ആ 2 മാസത്തെ പൂട്ടിന് ഞാൻ 4ാം ക്ലാസ്സിൽ കുത്തിരിഞ്ഞ് പഠിക്കണം. അതുമാത്രമല്ല വേറൊരു വിഷയം കൂടി ഉണ്ട്. ആ 4ാം ക്ലാസ് 2 മാസത്തെ പൂട്ടിന് 4ാം ക്ലാസ്സിൽ കുത്തിരിഞ്ഞ് പഠിച്ചിട്ടോ 5ാം ക്ലാസ്സിലേക്ക് ആക്കുമോ എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ അത് വിചാരിക്കേ വേണ്ട. 4ാം ക്ലാസ് തന്നെയായിരിക്കും ഞാൻ ഉണ്ടാവുക. അതുകൊണ്ട് കൊല്ലപ്പരീക്ഷ ജയിക്കാൻ ഞാൻ മസ്റ്റായിട്ടും ട്രൈ ചെയ്യും. അത്രക്കും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും കൊല്ലപ്പരീക്ഷ. പിന്നെ ക്രിസ്മസ് അത് മലയാളമാണ് ആദ്യത്തത്. മലയാളമാണ് എനിക്കത്ര അറിയുന്ന സാധനമൊന്നുമില്ല. ഇംഗ്ലീഷ് US മാത്സ് ഭയങ്കര ഈസിയാണോ? ഭയങ്കര ഈസി. പക്ഷെ മലയാളം ഗൈസ് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത്രക്കും ഒരു ഇതാണ്. അപ്പോഴും എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നാളെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ പോകുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. സോ കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഞാൻ സ്റ്റെപ്പ് കയറി പോവാണ്. അപ്പം സ്റ്റെപ്പ് കയറി പോകുന്ന വഴിക്കന്നെ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇത് എൻ്റെ ഐഡിയ ആണ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഐഡിയ? സൂപ്പർ അല്ലേ? സത്യം പറയാലോ ഇതെൻ്റെ ഉമ്മൻ്റെ ഐഡിയ ആണ്. ഒന്നും വിചാരിക്കില്ല, കുറച്ച് ഡയപ്പ് അടിച്ച ഐഡിയ. എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. സമാധാനം നെഹി ഹേ. സോ അയ്യോ അമ്മ റൂം അടിക്കല്ലേ. ഓക്കെ, ഇത്താത്തൻ്റെ എന്താ വെച്ചാൽ ഇത്താത്തൻ്റെ സാധനം കട്ടെടുത്തിട്ടാണല്ലോ എനിക്ക് ശീലം. അതുകൊണ്ട് ഇത്താത്തൻ്റെ റൂമിലത്തെ സാധനം എടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഉമ്മ അവിടെ കഷ്ടപ്പെട്ട് അടിച്ചു തരാണ്, ഞാൻ അവിടെ കഷ്ടപ്പെട്ട് വ്ളോഗ് എടുക്കുകയാണ്. എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ വ്ളോഗ് എടുക്കാൻ. എന്തായാലും നമുക്ക് സ്റ്റെപ്പ് കയറിപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് കണ്ടില്ലേ? പിന്നെ സ്റ്റെപ്പ് കുറേ അല്ലാതെ. പക്ഷെ എൻ്റെ വല്യമ്മയൊക്കെ എങ്ങനെ കയറുന്നുണ്ട്, വല്യമ്മ അമ്മയൊക്കെ എങ്ങനെ കയറുന്നത്. എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം. സോ കമ ഓൺ. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ കഷ്ടപ്പെട്ട് അടിച്ചു തരാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ താത്ത ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ താത്തൻ്റെ ഈ റൂം അമ്മക്ക് കടിക്കാൻ വേണ്ടിയാണ് എൻ്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ട് അടിച്ചു വരുന്നല്ലേ അമ്മ? അപ്പോൾ അതാ എനിക്ക് കട്ടെടുക്കാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതൊന്നല്ല എനിക്ക് കട്ടെടുക്കാനുള്ള, ഈ 2 സ്ഥലത്തുനിന്നാണ് കട്ടെടുക്കാനുള്ളത്. ആദ്യത്തെ സ്ഥലത്ത് ഇത് സ്കൂളിൽ ആവശ്യമുള്ള എല്ലാം ഉണ്ടല്ലോ. പിന്നെ 2ാമത്തെ സ്ഥലത്ത് ഇത് ദിസ് പർച്ചേസ് ക്യൂട്ട്, ഇഷ്ടമായി. ഒരു മുടത്തേക്ക് പോയിച്ചാൽ ഇതിൽ കുറേ അടിപൊളി സാധനങ്ങളുണ്ട്. ഇതെന്താ? കലണ്ടർ വേണ്ടിയില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ക്യൂട്ട് കലണ്ടർ വേണ്ടിയില്ലേ? നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. 2026 ഞാൻ അത് ഓപ്പൺ ആക്കാം. ബിക്കോസ് ഇറ്റ്സ് 2026 കലണ്ടർ. ഓക്കെ, നമുക്കിതെന്തായാലും ഇവിടെ വെക്കാം. പിന്നെ ഒരു അടിപൊളി കീ ചെയിൻ ഉണ്ട്. കേട്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ എക്സാമിന് പറ്റിയ സാധനം ഒന്ന് ഇതിലുണ്ട്. എൻ്റെ ബോർഡ്, പിന്നെ ഒരു 2 കീ ചെയിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ടംബ്ലർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടംബ്ലർ. പിന്നെ ഇങ്ങനത്തെ മെയിൻ ഡെക്കറേഷൻസ്, ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ. പിന്നെ ഇതെൻ്റെ ഉമ്മ വരച്ചു കൊടുത്ത കേട്ടോ. പിന്നെ എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്ലാസ് ആട്ടോ. നല്ല ഭംഗിയുണ്ട്, ഈ രസമുള്ള ഗ്ലാസ്. ഇത് നമുക്ക് നല്ല വൃത്തിക്ക് പുറത്തു കൂടെ കാണട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. പിന്നെ എൻ്റെ അത്ര സ്റ്റൈൽ പിടിച്ചാണ്.
ഇത്ര വലിയൊരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ കഴിച്ചാൽ ഒന്നിനും കാണില്ല. പിന്നെ ഇങ്ങനത്തെ ഡെക്കറേഷൻ അതിൻ്റെ ഉള്ളിൽ പാറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതെൻ്റെ താത്തൻ്റെ മെയിൻ വ്ളോഗ് എടുക്കാനുള്ള സാധനം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടോ 3 ഫോൺ ഒറ്റയടിക്ക് പിടിക്കാൻ വേണ്ടത്. ഇപ്പം 3 ആൾക്കാർക്ക് റീൽസ് എടുക്കാറുണ്ട്. അതുകൊണ്ട് 3 ആൾക്കാർക്ക് ഫോണ് ഇങ്ങനെ ഓരോ ഭാഗത്ത് വെച്ചാൽ റീൽസ് എടുക്കാം. പിന്നെ ഇതിൻ്റെ താത്തൻ്റെ ഒരഴകോര പണികൾ പിന്നെ ഇതിൻ്റെ ഉള്ളെല്ലാം ഇത് പിന്നെ എൻ്റെ റൻസാറിൻ്റെ സാധനങ്ങളൊക്കെ കേട്ടോ. ഇതാ എൻ്റെ അമ്മ എനിക്കൊരു പണി തന്ന് ഈ വേസ്റ്റും ബാസ്ക്കറ്റ് കൊണ്ടുപോയി താഴെ വെക്കാൻ. ഇത് എൻ്റെ ഉമ്മ ഇടുന്നു അല്ലേ, കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നുണ്ടോ. എൻ്റെ ഇവിടെ സ്വീറ്റ്സ് ടി വി കണ്ടിരിക്കണേ. നമ്മുടെ കട്ടടിക്കൽ എപ്പിസോഡിലേക്ക് നമുക്ക് കടിക്കാം. സോ ഈ വാർഡ്രോബ് ഞാൻ ആദ്യം തുറന്നു. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഈ സിസേഴ്സ് ആയിട്ട് എടുക്കണേ. It's like a knife, you know. Okay. ഇത് നല്ല ക്യൂട്ട് നൈഫ് ഇട്ടത് എൻ്റെ എത്താത്ത എനിക്ക് തന്നിട്ട് എന്നെ പറഞ്ഞു, എടി കള്ളത്തി അനക്ക് ഞാൻ അപ്പം തന്നടി കള്ളത്തി എന്നെല്ലാം വിളിച്ചിട്ട് ഇത് എൻ്റെ താത്ത കട്ടുണ്ടേ. പക്ഷെ എന്ത് ചെയ്യാനാ, കുറച്ച് വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് കട്ടെടുക്കാം. സോ ഇത് രക്ഷപ്പെടും. പിന്നെ സ്റ്റിക്കി നോട്ട് അത് പല സ്കൂളിലും ക്ലാസ്സിൽ ആവശ്യപ്പെടുന്നവൻ. എനിക്ക് ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട്സിനോട് ഭയങ്കര ഭ്രാന്തായിട്ട് കണ്ടില്ല, ഇങ്ങനത്തെ ഹലോ കിറ്റിനോടെല്ലാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായതിൽ ഇതാണ് കേട്ടോ, ഈ ഹലോ കിറ്റി. അതുകൊണ്ട് നമുക്ക് ഇതെടുക്കാം. പക്ഷേ സ്കൂളിലേക്ക് എടുക്കില്ല. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു അതുകൊണ്ടിട്ട് എടുക്കുക സ്കൂളിലേക്ക്. ഇത് ഫുള്ളല്ല, ഒരു പീസ് എന്ന് വെച്ചാൽ ഒറ്റൊരു പീസ്. നമുക്കിത് ഇവിടെ വെക്കാം. പിന്നെ നിൽക്കാം ഗൈസ്, എൻ്റെ ഉമ്മനെ വിളിക്കുന്നുണ്ട്. സോ വെയിറ്റ്. സോ ഗൈസ് അങ്ങനെ എടുത്തു കൊടുത്തു എൻ്റെ അമ്മ പറഞ്ഞ സാധനം. സോ ഗൈസ് അങ്ങനെ എടുത്തു കൊടുത്തു എൻ്റെ അമ്മ പറഞ്ഞ സാധനം, മറ്റേ ടംബ്ലർ വെള്ളം നിറയ്ക്കാൻ. നമുക്കിത് ആദ്യം തന്നെ എടുക്കാൻ പോണത് ഈ യെല്ലോ ആണ്. കുറച്ചുകൂടി ആസ്തറ്റിക് തോന്നിക്കുന്നു എനിക്ക്. എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട് കേട്ടോ, ഇതായിട്ട് കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പെൻസില് പല സ്കൂളും മസ്റ്റാണല്ലോ. എൻ്റെ തത്തിൻ്റെ ഇതെൻ്റെ പെൻസിലാട്ടോ, അത് വേറെ കാര്യം. എന്തായാലും നമുക്ക് അടുത്ത സാധനത്തിലേക്ക് നോക്കാം. അങ്ങനെ ഗൈസ് എടുത്തു കൊടുത്തു എൻ്റെ അറിയ സാധനം. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിക്കി നോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എടുക്കാൻ വന്ന സ്റ്റിക്കി നോട്ട് യെല്ലോ ആണ്. സോ നമുക്കിത് പിച്ചി കീറി എടുക്കാം. ഇറ്റ് വാസ് സോ ഈസി. സോ അങ്ങനെ സ്റ്റിക്കി നോട്ട് എടുത്ത് നെക്സ്റ്റ് നമുക്ക് പെൻസില്. ഇത് പിന്നെ കട്ടെടുക്കേണ്ട ആവശ്യമില്ല, ഇതെൻ്റെ പെൻസിലാണല്ലോ, അതുകൊണ്ട് നെഹി കൊയ്പ്പം. പിന്നെ ഒരു ഹൈലൈറ്റർ അക്വയ്ക്ക് വേഗം പോക്കോ ചെല്ലണം. ബിക്കോസ് എനിക്ക് ഇതിൽ രണ്ടിലാണ് ഡൗട്ട്. അപ്പോൾ നമുക്ക് ചെല്ലാം. വേഗം പോക്കോ. സോ പർപ്പിൾ. അങ്ങനെ ഹൈലൈറ്ററും എടുത്ത് ഇനി നെക്സ്റ്റ് പെന്ന്. ഓക്കെ ഗൈസ്, ഞാൻ വിചാരിക്കാം ഈ 2 പെൻസിൽ എക്സ്റ്റേൺ ചെയ്താലോ ഒന്ന് പാൻറ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഐ വിൽ ഗോ ഫോർ ദ പാൻഡ. പിന്നെ പെന്ന്, നോർമലി ഒരു പെന്ന്. പിന്നെ എന്താ എടുക്കുക ഞാൻ, പിന്നെ എൻ്റെ സിസർ മസ്റ്റാണല്ലോ. പിന്നെയും ഒരു പെന്ന് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, ബിക്കോസ് പെന്നാണ് സ്കൂളിൽ ഏറ്റവും ആവശ്യം. പിന്നെ ഈ ഒരു പെന്ന് അല്ലേ, വേണ്ട ഈ ഒരു പെന്ന്. ഓക്കെ അല്ലേ, ഈ പെന്ന് വേണ്ടത് കുറച്ച് ഷോ ഓഫ് ഇറക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ വാർഡ്രോബ് ഇനി നമുക്ക് നെക്സ്റ്റ് ഈ പൗച്ചാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് ആവശ്യം. സോ നമുക്ക് ആദ്യം തന്നെ എൻ്റെ 2 പെന്ന് വെക്കാം. ഉള്ളിൽ ഒരു 1 വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓട്ടയിൽ കൂടെ കീച്ചെടുക്കാം. രണ്ടാമത്തത് വെക്കാൻ പോവുകയാണ്. ഓക്കെ, രണ്ടാമത്തതും വെച്ചു.
നിങ്ങൾ വിചാരിക്കും ഞാൻ മറന്നുപോയി എൻ്റെ പെൻസിലിനെ പറ്റി, പക്ഷേ മറന്നിട്ടില്ല. പെൻസിലും ഇതാ വെച്ചിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റർ ഇത് കയറുമോന്നൊന്നും അറിയില്ല, പക്ഷെ കയറ്റിയിരിക്കില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ഇങ്ങനെ എന്തൊരു സ്വഭാവം എനിക്ക് അത് നല്ലോണം ഉണ്ട് കേട്ടോ. എന്തൊരു വാശി പോലത്തെ ഒരു സ്വഭാവം. ലൈക്ക് അത് കേച്ചിട്ടുള്ള അടങ്ങ എന്നുള്ളൊരു വാശി. ഞാൻ തലകുത്തനെ വെച്ചിട്ടോ എന്താക്കിയാലും ഞാൻ ഇത് കേട്ടിട്ടുള്ള അടങ്ങാനുള്ളൊരു വാശിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും ഗൈസ്. നീ അതൊന്ന് കേച്ചട്ടെ. ഗൈസ് ഇത് കേൾക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ വാശി ഞാൻ ഇവിടെ പറഞ്ഞു. നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാം. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ എൻ്റെ സിസർ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. പിന്നെ എൻ്റെ സ്റ്റിക്കി നോട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. സോ ഈ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ താത്തൻ്റെ ഷെൽഫ് തപ്പൽ കഴിഞ്ഞു. ഓക്കെ, എൻ്റെ താത്തൻ്റെ ഷെൽഫ് തപ്പൽ കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ വാൾഡ്രോ, അതെൻ്റെ താത്ത തന്ന സാധനം തന്നെ ഇനി വെക്കുന്ന വാൾഡ്രോയിലേക്ക് കടക്കാം. ഗൈസ് ഞാൻ വീഡിയോ എടുക്കാൻ പോയ സ്ഥലത്ത് ഒട്ടും വെളിച്ചല്ലിനു. അതുകൊണ്ട് ഞാൻ തിരിച്ചെൻ്റെ താത്തൻ്റെ റൂമിലേക്ക് വന്നു. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു. അപ്പം ആദ്യം ഞാൻ എടുത്തത് ഈ 4 പീസസ് ഉള്ള ക്രയോണാണ്. ഇതെൻ്റെ ഫേവററ്റ് മിസ്സ് തന്നതായിരുന്നു കേട്ടോ. 3ാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ പഠിച്ചപ്പോൾ എൻ്റെ ഫേവററ്റ് മിസ്സ് എല്ലാവർക്കും കൊടുത്തിരുന്നു. എനിക്കും തന്നപ്പോൾ കുറച്ചൊക്കെ ഒരു സന്തോഷമായി. ബിക്കോസ് എനിക്ക് എൻ്റെ ഫേവററ്റ് മിസ്സ് ഇങ്ങനെയൊക്കെ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ ഒരു 4 പീസ് കളർ പെൻസിലും ഉണ്ട് കേട്ടോ. അതും വെച്ച് ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു പെൻസിൽ വെക്കാം. ഇതിൻ്റെ ഈ ബാക്കിൻ്റെ സാധനം ഞാൻ തന്നെ വെച്ചത് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് വെക്കാം. ഇത് പൂട്ടാൻ കഴിയില്ല. ഓക്കെ, പൂട്ടാനെല്ലാം കഴിയും. പിന്നെ ഇത് ഇറേസബിൾ പെൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറേസബിൾ പെന്ന്. ഇറ്റ് ഈസ് ക്യൂട്ട്. ഇതൊക്കെ ഇറേസബിൾ പെന്ന് കുഞ്ഞിനെ കൊണ്ട് ഞാൻ 2 പെൻസിലിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ ഈ ഒരു പെൻസില് ഇത് വേഗം മിസ്സാവുന്ന ടൈപ്പാണ്. പക്ഷെ സാരമില്ല, കുട്ടികളല്ലേ വിചാരിച്ചിട്ട് നമുക്ക് അടുത്ത് ചെയ്യാം. പിന്നെ ഒരു നോർമൽ ഇറേസർ, അത് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. പിന്നെ ഷാർപ്നർ. ഇത്രയേ ഉള്ളൂ. എൻ്റെ പൗച്ച് പാക്കിങ് കഴിഞ്ഞ് ഇനി നമുക്ക് ലാസ്റ്റ് എഴുതിയത് ഒരു എക്സാം ബോർഡാണ്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിരിക്കുകയാണ് എൻ്റെ എക്സാം ബോർഡ്. ഇത് ഇനി നമുക്കിത് ബാഗിൽ കൊണ്ട് വെക്കാം. സുഖമോൻ ഇതാ ഞാനിതും പിടിച്ചിട്ട് ബാഗിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോട്ടോ. സൂക്ഷിച്ച് നടിക്കണം. ഞാൻ ഈ ക്യാൻഡിൽ നോക്കിയിട്ടാണ് നടിക്കണേ. അതുകൊണ്ട് എപ്പോഴാണ് പറയാൻ പറ്റില്ല. എക്സാം ബോർഡും പിന്നെ ഈ എൻ്റെ പൗച്ചും ഇവിടെ വെച്ചിട്ട് ഇതൊന്നും നമുക്ക് കറുപ്പ് ബാഗ് കാണാം. കറുപ്പിനഴക് ഇതിനിട്ട് എൻ്റെ ആദ്യത്തെ പൗച്ച് കണ്ടില്ലേ. പക്ഷെ ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. സോറി പൗച്ച്. ഞാൻ എൻ്റെ എക്സാം ബോർഡ് വെക്കട്ടെ. എൻ്റെ എക്സാം ബോർഡ് വെച്ച് എൻ്റെ പൗച്ച് റൈസിൻ്റെ മനോഹരമായ പൗച്ചും ഉള്ളിൽ കുത്തി നിറച്ചു. ഇനി നമുക്കിത് പൂട്ടാം. അത് പൂട്ടുതരം നിങ്ങളൊന്ന് കാത്തിക്കണം. എന്തായാലും ഇത്രേ ഉള്ളൂ സ്കൂളിലേക്ക് നാളത്തെ ക്രിസ്മസ് എക്സാമിന്റെ പാക്കിംഗ്. ഓക്കെ, എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. Bye from Riyal Waheed YouTube channel. Everybody like and subscribe.